അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഓരോ മുസ്ലിമിൻ്റെയും ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും നിറഞ്ഞ ഒരു വീട്. എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവ കരുണയുടെ മലക്കുകൾ ചില വീടുകളിൽ പ്രവേശിക്കുകയില്ലെന്ന് സ്വഹീഹായ ഹദീസുകളിൽ പറയപ്പെടുന്നു. ആദ്യം, വീട്ടിൽ നായയെ വളർത്തുന്നതിനെക്കുറിച്ച് ഹദീസുകളിൽ പ്രത്യേക സാഹചര്യങ്ങളോടെ മുന്നറിയിപ്പുകൾ ഉണ്ട്. വേട്ട, കാവൽ, കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള ഇളവുകൾ വേറെയാണ്. എന്നാൽ അനാവശ്യമായി വീട്ടിൽ നായയെ വളർത്തുന്നതിനെക്കുറിച്ച് സ്വഹീഹായ ഹദീസുകളിൽ മുന്നറിയിപ്പ് കാണാം. രണ്ടാമതായി, ജീവജാലങ്ങളുടെ ആരാധനയ്ക്കോ ബഹുമാനാർത്ഥമോ സ്ഥാപിക്കുന്ന പ്രതിമകളെക്കുറിച്ചും ഹദീസുകളിൽ പരാമർശമുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിവിധ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളതിനാൽ വിശ്വസനീയമായ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതേസമയം നാം മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമുണ്ട്: മലക്കുകൾ പ്രവേശിക്കുന്ന വീടുകൾ ഏതൊക്കെയാണെന്ന്. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന വീട്, ഖുർആൻ പാരായണം നടക്കുന്ന വീട്, 5 നേരം നമസ്കാരം നിലനിൽക്കുന്ന വീട്, സ്നേഹവും കരുണയും നിറഞ്ഞ കുടുംബവും. അത്തരം വീടുകളിലാണ് ആത്മീയ സമാധാനം വർദ്ധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഖുർആൻ പാരായണം വീടുകളിൽ സ്ഥിരമാക്കാൻ ശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഒരു വീട് മനോഹരമാകുന്നത് വലിയ കെട്ടിടമായതുകൊണ്ടല്ല, അവിടെ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ വീടുകളെ ആത്മപരിശോധന നടത്താം. അവിടെ ഖുർആൻ്റെ ശബ്ദമുണ്ടോ? അവിടെ നമസ്കാരമുണ്ടോ? അവിടെ അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടോ? അള്ളാഹു നമ്മുടെ വീടുകളെ ഈമാനും ബർക്കത്തും സമാധാനവും നിറഞ്ഞ വീടുകളാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വീട് വെറും താമസസ്ഥലം മാത്രമല്ല, അത് ഒരു മുസ്ലിമിൻ്റെ ഈമാൻ വളരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിൽ അള്ളാഹുവിൻ്റെ സ്മരണം നിലനിർത്താൻ പ്രോത്സാഹിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. അതായത് വീടുകളിൽ നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റും ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലാണിത്. കൂടാതെ സ്വഹീഹ് ഹദീസുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ അകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സാധിക്കുന്നവർ ഇടയ്ക്കിടെ സൂറത്തുൽ ബഖറ വീടുകളിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിൽ പെടുന്നു. ഹദീസുകൾ പ്രകാരം അങ്ങനെ ചെയ്താൽ ശൈത്താന് ആ വീട്ടിൽ താമസിക്കാനോ ഭക്ഷണത്തിൽ പങ്കുചേരാനോ കഴിയില്ല. അതുപോലെ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ പതിവാക്കുന്ന ഒരു കുടുംബം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനായി നിരന്തരം ദുആ ചെയ്യുന്ന കുടുംബമാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു വീട് വലിയതാണോ ചെറുതാണോ എന്നതല്ല പ്രധാനമായത്, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടോ എന്നതാണ് പ്രധാനമായത്. ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കാം. ദിവസവും കുറച്ച് ഖുർആൻ ഓതാം, കുടുംബമായി ദുആ ചെയ്യാം, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഓരോ കാര്യവും ആരംഭിക്കാം. അള്ളാഹു നമ്മുടെ വീടുകളെ സമാധാനത്തിൻ്റെയും ബർക്കത്തിൻ്റെയും ഈമാനിൻ്റെയും കേന്ദ്രമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം: നമ്മുടെ വീട് അള്ളാഹുവിൻ്റെ കരുണ ഇറങ്ങുന്ന വീടാണോ എന്ന്? അല്ലെങ്കിൽ നാം അറിയാതെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അകന്നുപോയ വീടാണോ? ഒരു മുസ്ലിമിൻ്റെ വീടും വെറും ഉറങ്ങാനുള്ള സ്ഥലമല്ല, അത് ഇബാദത്തിൻ്റെ കേന്ദ്രമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീടിനെ നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റും കൊണ്ട് സജീവമാക്കിയിരുന്നു. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക. വീട്ടിൽ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കുട്ടികൾ അത് കേട്ട് വളരുന്നു.
മാതാപിതാക്കൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് കാണുമ്പോൾ ആ നല്ല ശീലം അവരുടെ ജീവിതത്തിൽ വളരുന്നു. വീട്ടിൽ സലാം പറയുന്ന പതിവ് വളരെ പ്രധാനമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുക. വീട്ടിൽ ആരുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് സലാം പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് അനുഗ്രഹം വർദ്ധിപ്പിക്കുന്ന ഒരു സുന്നത്താണ്. കുടുംബമായി ഒരുമിച്ച് ദുആ ചെയ്യുക. ഒരു നേരമെങ്കിലും ഒരുമിച്ച് നമസ്കരിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുക. ഇവയൊക്കെ ഒരു വീട്ടിനെ ആത്മീയമായി ശക്തമാക്കുന്ന കാര്യങ്ങളാണ്. നാം പലപ്പോഴും വീടിൻ്റെ ഭംഗിക്കായി ആയിരങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ നമ്മുടെ വീട്ടിൽ ഖുർആൻ്റെ ശബ്ദം എത്ര ദിവസമായി കേട്ടിട്ടില്ല എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ടെലിവിഷനും ഫോണും മണിക്കൂറുകളോളം പ്രവർത്തിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ നാം ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കുന്നുണ്ടോ? ഇന്നു തന്നെ ഒരു പുതിയ തുടക്കം കുറിക്കാം. ഓരോ ദിവസവും കുറച്ച് ഖുർആൻ ഓതാം. രാവിലെയും വൈകുന്നേരം ദിക്ർ ചെയ്യാം. നമസ്കാരം സമയത്ത് നിർവഹിക്കുക. അള്ളാഹുവിൻ്റെ സ്മരണയാൽ നമ്മുടെ വീടുകളെ ജീവസുറ്റതാക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണയും സമാധാനവും നമ്മുടെ വീടുകളിൽ നിറയട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളെ ഈമാനിൻ്റെയും ബർക്കത്തിൻ്റെയും സമാധാനത്തിൻ്റെ വീടുകളാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.